നിങ്ങളുടെ ദൈവത്തെ രക്ഷപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി വിറകുകൾ സംഭാവനയായി നൽകാൻ ആവശ്യപ്പെടുകയാണ്. മല പോലെ വലിയ ഒരു കൂമ്പാരമായ വിറക് കൂമ്പാരമുണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ബലിപെരുന്നാളാണ് വരുന്നത്. അതുകൊണ്ട് ഗോമാതാക്കളെ കടത്തുന്നതിനെതിരെ നിങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം പാലിക്കാനാണ്. എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് ഗോരക്ഷകരെന്ന് പറയുന്ന ഗുണ്ടകൾ തീർച്ചയായിട്ടും അതിനെ നിരോധിച്ചുകൊണ്ട് അവരോട് അതിക്രമങ്ങൾ വെച്ച് പുലർത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗഭംഗിലമായ ജീവിതത്തെ അനുസ്മരിച്ച് ഒരു ബലിപെരുന്നാൾ കൂടി നമ്മുടെ ആയുസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗത്തെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധന ജീവിതത്തെയും കൃത്യമായി മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വലിയ മാനസിക കരുത്ത് ലഭിക്കും എന്നതാണ് വാസ്തവം. മനുഷ്യൻ ഭയപ്പാടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊന്നിനെയും പേടിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യനുള്ളത്. യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുമ്പോഴും വിശപ്പിൻ്റെ കാഠിന്യത്താൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലുമെല്ലാം മനുഷ്യൻ ഭയപ്പാടോടുകൂടി കഴിഞ്ഞുകൂടുന്നു എന്നതാണ് സത്യം. എന്നാൽ അതിനേക്കാൾ അപ്പുറം മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഭയവിഹ്വലത ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് സത്യം. കാരണം ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ കടന്നുപോയാൽ അതൊരു ദുശ്ശകുനമായി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ യാത്രക്കിറങ്ങിയ മനുഷ്യൻ്റെ പിന്നിൽ നിന്ന് പേര് വിളിച്ചുകൊണ്ട് പിന്നിലേക്ക് നോക്കുന്നത് അത് വലിയ അപകടം വരുത്തി വെക്കുമെന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസമുണ്ട്. അതേപോലെ തന്നെ ചില പക്ഷികളുടെ അവരുടെ ശബ്ദങ്ങൾ കേട്ടാൽ ആ ശബ്ദത്തിനനുസരിച്ച് കൊണ്ട് എന്തെങ്കിലും ഒരു അപകടം വരുന്നോ എന്ന ഭയപ്പാടോടുകൂടി ആ ശബ്ദത്തെ പോലും വീക്ഷിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അതിലപ്പുറം ഏറ്റവും വിദ്യാസമ്പന്നരെന്ന് അറിയപ്പെടുന്ന മലയാളി പ്രബുദ്ധരെന്നറിയപ്പെടുന്ന ആളുകൾക്ക് ഇടയിൽ പോലും 13 എന്ന അക്ഷരം എന്ന അക്കം അത് വലിയ ഭീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ ഏറെ പേടിയിലും ഭയത്തിലുമാണ് ജീവിക്കുന്നത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്നലെ ഇറങ്ങിയിട്ടുള്ള മലയാളത്തിലൊരു പത്രം ഒരുപക്ഷെ തൃശ്ശൂല രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളുടെ അക്ഷരങ്ങൾ നിറച്ചിട്ടുള്ള ആ പത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരും വാചാലമായത് 13 എന്ന അക്കത്തിൻ്റെ ഭയാനകതയും അപകടത്തെയും കുറിച്ചാണ്. അവർ പറയുന്നത് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന MA ബേബി അദ്ദേഹം സ്വീകരിച്ചിരുന്നത് 13 അക്ക നമ്പറുള്ള വാഹനമായിരുന്നു എന്നതാണ്. എന്നാൽ അതിനുശേഷം അദ്ദേഹം ഒരു അധികാരത്തിൻ്റെ അയലത്ത് പോലും എത്താൻ സാധിച്ചില്ല എന്ന് അവർ പരിതപിക്കുന്നുണ്ട്. അതേപോലെ പിന്നീട് വന്ന മന്ത്രിസഭയിൽ തോമസ് ഐസക് എന്ന് പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നേതാവ് അദ്ദേഹവും 13 നമ്പർ അക്കമുള്ള വാഹനമാണ് സ്വീകരിച്ചത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പിന്നീട് ഒരു അധികാരത്തിലും വരാൻ സാധിച്ചില്ല എന്നും പരിതപിക്കുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് ഈ സമയത്ത് ഭരണത്തിലേറിയിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KM ഷാജി അദ്ദേഹം 13 നമ്പർ അക്കമെടുത്തതിനെ അവർ പരിഹസിച്ചുകൊണ്ട് അപകടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ലേഖനത്തിലൂടെ വിശദീകരിക്കുന്നത്. മനുഷ്യൻ ഏറെ ഭയവിഹ്വലമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലെ ത്യാഗഭംഗിലമായ ഓരോ നിമിഷങ്ങളും ഏതൊരു ഭയപ്പാടിനെയും ഇല്ലാതാക്കുന്ന ഒരു വിശ്വാസം പേറിയിട്ടാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് ബോധ്യപ്പെടും. നമുക്കറിയാം, അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനോട് സംസാരിക്കുന്ന രംഗമുണ്ട്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എൻ്റെ പൊന്നു പിതാവേ, എന്തിനാണ് കേൾക്കാത്ത, കാണാത്ത, എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സാധിക്കാത്ത, ഉപദ്രവങ്ങളെ തടുക്കാൻ സാധിക്കാത്ത ഈ വിഗ്രഹങ്ങൾ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥയിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു എന്നതാണ് ചരിത്രം പറയുന്നത്. പിന്നീട് ജനങ്ങളിലേക്ക് ഇറങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയാണ്. ഉറച്ച അചഞ്ചലമായ വിശ്വാസം ജനങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകുമ്പോൾ ജനങ്ങളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒറ്റപ്പെടുത്തുന്നു. നമ്രൂദ് എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നുകൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും ആത്മധൈര്യത്തോടുകൂടി അവർ
നടത്തിയിട്ടുള്ള പീഡനങ്ങളെ അതിജയിക്കാൻ കരുത്ത് നൽകിയിട്ടുള്ളത് അചഞ്ചലമായ വിശ്വാസമാണ് എന്ന് ചരിത്രം നമ്മെ പറയുന്നുണ്ട്. പിന്നീട് അവസാനം അവിടുന്ന് പാലായനം ചെയ്യാൻ നിർബന്ധിതനാവുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിലെത്തിയപ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള മനുഷ്യരില്ലാത്ത, ജീവജാലങ്ങളില്ലാത്ത, പുല്ലുകളും മരങ്ങളും ഇല്ലാത്ത വിജനമായൊരിടത്താണ് ചെറിയ കുഞ്ഞിനെയും തൻ്റെ ഭാര്യയെയും പാർപ്പിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീരുമാനിച്ചിരിക്കുന്നത്. അള്ളാഹുവിനോട് പറയുന്ന ആ വാക്കുണ്ട്, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി, എൻ്റെ സന്താനങ്ങളിൽപ്പെട്ട ആളുകളെ ഞാനിതാ നിൻ്റെ പവിത്രമായ ഭവനത്തിൻ്റെ സമീപം താമസിപ്പിച്ചിരിക്കുകയാണ്. ലിയുഖീമുസ്സലാ, നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകുന്ന രംഗം സഹോദരങ്ങളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ കുഞ്ഞിനെയും ഭാര്യയെയും ഉപേക്ഷിച്ചു പോകാൻ, തിരിച്ചു പോകാനും നൽകിയിട്ടുള്ള മനക്കരുത്ത് അത് അചഞ്ചലമായ വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം നേടിയെടുത്തിട്ടുള്ള മാനസിക കരുത്ത് നേടിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യാനും അവന് സാധിക്കുമെന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവസാനം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്ന സാഹചര്യമുണ്ടായി. ജനങ്ങളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ആളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ദ്രോഹിക്കാനാണ് അവർ ശ്രമിച്ചത്. അതിനുവേണ്ടി സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദൈവത്തെ രക്ഷപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി വിറകുകൾ സംഭാവനയായി നൽകാൻ ആവശ്യപ്പെടുകയാണ്. മല പോലെ വലിയ ഒരു കൂമ്പാരമായ വിറക് കൂമ്പാരമുണ്ടാക്കി അവിടെ തീ കൊളുത്തുകയും അങ്ങനെ വലിയ അഗ്നിനാളങ്ങളായി വലിയൊരു തീക്കുണ്ടാരമായി മാറുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്ന സാഹചര്യത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ അൻത വാഹിദും ഫിസ്സമാ അന വാഹിദും ഫിൽ അർളി അഅ്ബുദുക്. അള്ളാഹുവെ, ആകാശത്ത് നീ ഏകനാണ്, ഞാൻ നിന്നെ ആരാധിക്കുന്നവനായി ഭൂമിയിലും ഏകനാണ്. അതുകൊണ്ട് അള്ളാഹുവെ, നീ എന്നെ സഹായിക്കണമെന്ന് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമാണ് ആ അഗ്നികുണ്ഡാരം അത് തണുപ്പായി മാറിയത് എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ചാഞ്ചല്യമില്ലാത്ത വിശ്വാസം കൊണ്ട് നേരിട്ട ഒരു ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വലിയ ഒരു പാഠമെന്ന് സൂചിപ്പിക്കുകയാണ്. ബലിപെരുന്നാളോടനുബന്ധിച്ച് നടക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ ഒരു ആരാധനാ കർമ്മമാണ് ബലികർമ്മം. ഈ ബലികർമ്മം ഓരോ വിശ്വാസിയും അനിവാര്യമായും ചെയ്യേണ്ടതാണ് എന്ന് മതം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന സ്വലാത്തി വനുസ്കി ഒ മഹ്യായ ഒ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും എൻ്റെ നമസ്കാരം അതുപോലെ എൻ്റെ ബലികർമ്മം ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്, ജീവിതവും മരണവുമൊക്കെ എന്ന് പറയുന്ന വിശുദ്ധ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നമസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക എന്ന ആ കൽപ്പനയെ ശിരസാ വഹിച്ചുകൊണ്ട് പവിത്രമായ ആരാധനാ കർമ്മം നിർവഹിക്കുകയാണ് യഥാർത്ഥത്തിൽ ബലികർമ്മത്തിലൂടെ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. നമുക്കറിയാം, ആസാമിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച 2 ചെറുപ്പക്കാരെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയുണ്ടായി. ഗോമാതാക്കളെ കടത്തി എന്നതാണ് അവർ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ബലിപെരുന്നാളാണ് വരുന്നത്, അതുകൊണ്ട് ഗോമാതാക്കളെ കടത്തുന്നതിനെതിരെ നിങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം പാലിക്കാനാണ് ആ സമയത്തുള്ള ഗോരക്ഷകരായ പ്രവർത്തകർ ശ്രമിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യയുടെ പഴയകാല പുരാണ ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ ഗോമാംസം കഴിച്ച ധാരാളം ആളുകൾ ഹൈന്ദവ ആചാരത്തിലും അതുപോലെ പുരാണങ്ങളിലുമെല്ലാം അത് കഴിക്കുന്നത് വലിയൊരു അഭിമാനമായി കണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ അമേരിക്കയിലുള്ള പ്രഭാഷണത്തിലൂടെ ആ വിഷയം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബ്രാഹ്മണരായ ആളുകൾ ഇതുപോലെയുള്ള മാംസം കഴിച്ചവരായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ടാണ് അതിനെ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധമായ പുസ്തകങ്ങൾ, ഹോളി ബുക്സ്, അതിൻ്റെ ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ തീർച്ചയായിട്ടും ഗ്രന്ഥങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ഇത്തരം മാംസം ഭക്ഷിക്കുന്നതിൻ്റെ അത് അഭിമാനവും അതേപോലെ തന്നെ അതിഥികളെ സൽക്കരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഗോമാംസം ഉപയോഗിച്ചതായിട്ടുമെല്ലാം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ സമയത്ത് സമീപകാലത്തുണ്ടായിട്ടുള്ള വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. പശ്ചിമ ബംഗാളിൽ
ഭരണം മാറിയതോടുകൂടി, അവിടെ BJP ഭരണം ഏറ്റെടുത്തതോടുകൂടി അവിടെയുള്ള ആളുകൾക്കിടയിൽ പ്രഖ്യാപിക്കുകയാണ്, ഗോവധം അവിടെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനത്തിന് ശേഷം സ്വാഭാവികമായി അത് പശുക്കളെ വാങ്ങി അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന മുസ്ലിങ്ങൾ ക്രൂശിക്കപ്പെടുകയും അതുപോലെ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുമെന്ന ആ ഒരു തിരിച്ചറിവുണ്ടായപ്പോൾ അവർ യഥാർത്ഥത്തിൽ പശുക്കളെയും അതുപോലെ തന്നെ പോത്തിനെയും കാളയെയും അറുക്കരുത് എന്നൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. എന്നാൽ അവിടെയുള്ള പാവങ്ങളായ ക്ഷീര കർഷകരായിട്ടുള്ള ആളുകൾ, സാധുക്കളായ ഹിന്ദുക്കൾ, അവർ പ്രയാസപ്പെടുകയാണ്. കാരണം കറവ് പറ്റിയിട്ടുള്ള പശുവിനെ വാങ്ങാൻ ആളുകൾ വരുന്നില്ല. മാംസത്തിന് വേണ്ടി അവർ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പശുക്കളെയും മാടുകളെയും അതിനെ വാങ്ങാൻ ആളില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇനി അതിൽ ഓരോ മാടിനെയും അവർ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അത് പ്രായമായ പെൺകുട്ടികളെ വിവാഹം ചെയ്യുക എന്നൊരു സ്വപ്നം അവരുടെ മനസ്സിലുണ്ട്. അതേപോലെ തന്നെ വലിയ ചെറിയ കുടിലുകൾ അത് കെട്ടി ഉയർത്തണം എന്ന ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. മറ്റു ബിസിനസ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവർക്കുണ്ട്. എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് ഗോരക്ഷകരെന്ന് പറയുന്ന ഗുണ്ടകൾ തീർച്ചയായിട്ടും അതിനെ നിരോധിച്ചുകൊണ്ട് അവരോട് അതിക്രമങ്ങൾ വെച്ച് പുലർത്തുന്നത്. ഇത്തരം നിയമങ്ങൾ കൊണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല പ്രയാസപ്പെടുന്നത്, മറിച്ച് ഈ രാജ്യത്തെ ഹൈന്ദവരായ സാധുക്കളായ ആളുകളും പ്രയാസപ്പെടുന്നുണ്ട് എന്ന തിരിച്ചറിവ് മാനവരാശിക്കുണ്ടാവണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ പല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മഹാനായ മഹാത്മാഗാന്ധി, അദ്ദേഹം ഒരു ബലിപെരുന്നാൾ ദിവസം അദ്ദേഹത്തിൻ്റെ സത്രത്തിലേക്ക് ഒരു മുസ്ലിം സഹോദരൻ കടന്നു വരികയാണ്. സഹോദരനെ കണ്ടതോടുകൂടി മഹാത്മാഗാന്ധി മാംസഭക്ഷണം വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചില സേവകരെ നിയോഗിക്കുകയാണ്. മാംസഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകാൻ തയ്യാറായ സേവകനെ തടഞ്ഞുകൊണ്ട് ആ മുസ്ലിം സഹോദരൻ പറഞ്ഞു അത്രേ, എനിക്ക് ഇവിടെയുള്ള ഭക്ഷണം മാത്രം മതിയെന്ന്. അവിടെയുള്ള ആ സത്രത്തിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ അറിഞ്ഞിരുന്ന ആ മുസ്ലിം സഹോദരൻ അവിടെയുള്ള ആ ചിട്ടയെയും അതേപോലെ അവരുടെ നിയമങ്ങളെയും മാനിക്കുകയും അവരുടെ ഭക്ഷണ രീതിയെ അത് മാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ആ രൂപത്തിലൊരു സമീപനമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് അവകാശങ്ങളെ ഹനിക്കുന്ന വിധമുള്ള സമീപനങ്ങൾ അത് ആര് സ്വീകരിച്ചാലും രാജ്യത്തോടുള്ള ദ്രോഹമാണ് എന്ന ഒരു യാഥാർത്ഥ്യതയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും ഈ പരിശുദ്ധ ബലിപെരുന്നാൾ ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തഖബ്ബലല്ലാഹു മിന്ന വമിൻകും എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.